കോൺഗ്രസ് ഇപ്പോൾ ബെന്നി ബെഹനാൻ സംസാരിക്കുന്നു തത്സമയം. ഫ്രം ദ കോൺഗ്രസ് ഹൈക്കമാൻഡ് ജനവികാരം മാനിക്കോ? ഇവിടെ ഒരുപാട് ബോർഡുകൾ എല്ലാ വികാരങ്ങളും മാനിച്ചുകൊണ്ട് ഉചിതമായ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കും. എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് ചെയ്തിട്ടുള്ള രീതി അതാണ്. ആ രീതി ഇവിടെയും അവലംബിക്കും. ഏത് തീരുമാനമാണോ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്നത് ആ തീരുമാനം അന്തിമ തീരുമാനമായിരിക്കും. ആ തീരുമാനത്തോടൊപ്പം നിൽക്കാനുള്ള രാഷ്ട്രീയ ബോധവും സംഘടനാ ഉത്തരവാദിത്വവും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കും കോൺഗ്രസിലെ എല്ലാ സ്നേഹിതന്മാർക്കും ഉണ്ടെന്ന പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. പണ്ടും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ. അതിനൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. ഇപ്പൊ നമുക്ക് തീരുമാനം എനിക്ക് തോന്നുന്നു താമസിക്കില്ലല്ലോ. കാര്യം പറഞ്ഞെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ഇവിടെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ നേതാക്കന്മാർ തിരിച്ചുപോയി. അതിനുശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡുമായി തീരുമാനം ചർച്ച ചെയ്തു. എല്ലാ അഭിപ്രായം കണക്കിലെടുക്കുമല്ലോ. തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയാണ് ഇന്ദിരാഭവനിൽ. ബെന്നി ബെഹനാനാണ് സംസാരിച്ചത്. ഓരോ MLA-മാരും അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ ഇംഗിതം ഹൈക്കമാൻഡ് പ്രതിനിധികളെ അറിയിച്ച് മുന്നോട്ട് വന്നു. വി ഡി സതീശൻ മടങ്ങിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. നേരത്തെ അല്പസമയം മുമ്പ് വി ഡി സതീശൻ മടങ്ങിപ്പോയി. അങ്ങനെ ഇന്ദിരാഭവനിൽ നിന്നും നേതാക്കന്മാർ മടങ്ങുകയാണ്. MLA-മാരെ പ്രത്യേകം കണ്ടു. തലയെണ്ണി അവരുടെ അഭിപ്രായങ്ങൾ തേടുകയുണ്ടായി. ഇക്കാര്യങ്ങൾ ഇനി ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഹൈക്കമാൻഡിനെ അറിയിക്കും. ഹൈക്കമാൻഡിനെ തന്നെ ചുമതലപ്പെടുത്തി ആരായിരിക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന തീരുമാനത്തിനായി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് MLA-മാരുടെ യോഗം. അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി അന്തിമ തീരുമാനം ഡൽഹിയിൽ നിന്ന് അറിയാൻ കഴിയും. അത് ഞായറാഴ്ചയോടുകൂടി ഉണ്ടാകും എന്ന സൂചനയാണ് ലഭ്യമാകുന്നത്. കെ മുരളീധരൻ അടക്കമുള്ള MLA-മാർ ഇവിടെ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായത് ഞായറാഴ്ചയോടുകൂടി തീരുമാനം ഉണ്ടാകും, അതിനപ്പുറത്തേക്ക് പോകില്ല. നിശ്ചിത സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കണം. അതേസമയം മന്ത്രിമാർ അവരെ തീരുമാനിക്കാനുള്ള ആ തീരുമാനങ്ങൾ വൈകാനും സാധ്യത ഉണ്ട്. വലിയ കൂടിയാലോചനകൾ നടക്കുന്നു. ഇനി MLA-മാരുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ളത് ഘടകകക്ഷി നേതാക്കളെ കാണുക, ഹൈക്കമാൻഡ് പ്രതിനിധി അവരുടെ അഭിപ്രായം അറിയുക എന്നുള്ളതാണ്. അവിടെ 3 സൈഡിൽ നിന്നും 3 നേതാക്കന്മാരും ഒട്ടും പിന്നോട്ടില്ലാതെ KC വേണുഗോപാലും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അവരുടെ MLA-മാരെ ഉറപ്പിക്കുന്നു, ജനപ്രതിനിധികളെ ഉറപ്പിക്കുന്നുണ്ട്. ഭരണപരിചയം അത് അല്ല, അതിനപ്പുറത്തേക്കുള്ള ഘടകങ്ങൾ കൂടി പരിശോധിക്കണം എന്ന് കൃത്യമായി തന്നെ വി ഡി സതീശൻ പറയുകയാണ്. വി ഡി സതീശന്റെ അഭിമുഖം ദേശീയ മാധ്യമത്തിന് നൽകി നമ്മൾ അല്പസമയം മുമ്പ് കേട്ടു. അങ്ങനെ എല്ലാ നേതാക്കന്മാരും KC വേണുഗോപാൽ 40-ലധികം ആളുകളുടെ പിന്തുണ ഉണ്ട് തനിക്ക് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ആ പിന്തുണ ഈ യോഗത്തിൽ പ്രത്യേകം എന്ന് പറയുമ്പോൾ ഓരോ MLA-മാർക്കും അവരുടെ അഭിപ്രായം പറയാം. ഹൈക്കമാൻഡ് പ്രതിനിധികൾ 3 പേര്, 3 പ്രതിനിധികൾക്ക് ഒപ്പം ഓരോരുത്തരെയും കേൾക്കും. അവരുടെ കേട്ടുകൊണ്ടേയിരുന്നു. അവരുടെയൊക്കെ തന്നെ അഭിപ്രായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ക്രോഡീകരിച്ച ശേഷമായിരിക്കും മറ്റ് നേതാക്കന്മാർ, സീനിയർ നേതാക്കന്മാർ, എംപിമാർ ഉൾപ്പെടെ അവരുടെ അഭിപ്രായങ്ങൾ തുറന്നറിയിച്ചു. അവിടെയും KC വേണുഗോപാൽ വലിയ സാധ്യതകൾ തേടുന്നുണ്ട്. അങ്ങനെ തർക്കം രൂക്ഷമായതോടുകൂടി തീരുമാനം ഹൈക്കമാൻഡിന് വിടുന്നതായി നിയമസഭാ കക്ഷി യോഗത്തിൽ ആ പ്രമേയവും പാസ്സായി. തീരുമാനം ഞായറാഴ്ചയോടെ ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ പ്രതികരണം കേൾക്കാം. നിരീക്ഷകരെ കണ്ട അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞായറാഴ്ച അറിയാം. അറിയാൻ പറ്റും. അപ്പോൾ അധികം വൈകില്ല കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരെന്ന് അറിയാം. ചാണ്ടിയമ്മന്റെ പ്രതികരണം തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാ കാര്യങ്ങളും നമുക്ക് പൊതുമധ്യ കൊണ്ടുവരാനുള്ള സാഹചര്യമില്ല. കാരണം പാർട്ടിക്കകത്ത് ഡിസിഷൻ അങ്ങനെയാണ്. ഇത് ഈ MLA-മാരുടെ എണ്ണം ആയിരിക്കുമോ പ്രധാന മാനദണ്ഡം? അങ്ങനെയാണോ തോന്നുന്നത്? ഞാൻ എങ്ങനെ പറയുന്നത്? എന്റെ ഒപ്പീനിയൻ എടുത്തു, എല്ലാ MLA-മാരുടെ ഒപ്പീനിയൻ എടുക്കുന്നു, വിവിധ ആൾക്കാരെ കാണുന്നു, വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കാണുന്നു, എല്ലാ ജനവികാരം അറിയുന്നു, എല്ലാം കഴിഞ്ഞിട്ടാണ് തീരുമാനം എടുക്കുക. എത്ര സമയം വീതം ഒരു MLA-മാർക്ക് അനുവദിച്ചിട്ടുണ്ട്? അതല്ല, അതിപ്പം ആദ്യം മീറ്റിംഗ് കൂടി ഞങ്ങൾ ACC ഓതറൈസ് ചെയ്തു തീരുമാനം എടുക്കുവാൻ. അതിനുശേഷം ഒറ്റയ്ക്ക് കണ്ടു. എനിക്ക് അല്പം ഒരു സമയം എക്സ്ക്യൂസ് തരണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആദ്യം വിളിച്ചതാണ്. നേതാക്കന്മാരെല്ലാം കണ്ടിരിക്കുന്നു. ഹൈക്കമാൻഡ് പ്രതിനിധികളെ MLA-മാരുടെ പ്രതികരണം നമ്മൾ ഇറങ്ങി വന്ന MLA-മാർ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെ പ്രതികരിക്കുകയായിരുന്നു. അമൽ തേനമ്പറമ്പിൽ ഓരോ നേതാക്കന്മാർ ഇന്ദിരാഭവനിൽ കൂടിക്കാഴ്ച കഴിഞ്ഞ ശേഷം ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ഓരോരുത്തരെയും കണ്ടു, ഓരോരുത്തരെയും അഭിപ്രായം കേട്ടു. ആരാകണം മുഖ്യമന്ത്രി എന്നതിൻ്റെ സാധ്യതകളെല്ലാം തന്നെ ഈ 63 MLA-മാരിൽ നിന്നും കോൺഗ്രസ് MLA-മാരിൽ നിന്നും ഹൈക്കമാൻഡ് പ്രതികൾ തേടുകയുണ്ടായി. അജയ് മാക്കിനും മുകുൾ വാസനിക്കും ഒപ്പം കേരളത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, ഈ 3 പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് MLA-മാരെ കേട്ടിരിക്കുന്നത്. തലയെണ്ണി അവരുടെ നമ്പർ ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കാം പിന്തുണ ലഭിക്കുന്നത്, ഇക്കാര്യങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിക്കുമെന്നുള്ളതാണ്. വി ഡി പക്ഷവും
KC പക്ഷവും രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവരും എല്ലാവരും അവരുടെ പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടി MLA-മാരുമായി രഹസ്യമായിട്ട് തന്നെ നേരത്തെ തന്നെ ആശയവിനിമയങ്ങൾ നടത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഹൈക്കമാൻഡിന് മുന്നിലേക്ക് വരുന്ന അവരുടെ ചോയ്സ് എന്തായിരിക്കും? ഒരു നാച്ചുറൽ ചോയ്സ് ഉള്ള സ്ഥിതിക്ക് MLA-മാരിൽ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാകുമോ? അത് VD സതീശനായിരിക്കുമോ സാധ്യത? രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കുമോ സാധ്യത? ഒപ്പം മറ്റു ഒരു സാധ്യതകൾ, ഈ രണ്ട് സാധ്യതകളും അടയുകയാണെങ്കിൽ പിന്നെ അടുത്ത ചോയ്സ് KC വേണുഗോപാൽ ലാൻഡ് ചെയ്യുമോ എന്നുള്ളതാണ്. ചർച്ചകൾ എങ്ങോട്ട് പോകുന്നു, എങ്ങനെയാണ് തീരുമാനത്തിലേക്ക് ഉരുത്തിരിയാൻ പോകുന്നത് എന്ന് കൂടി പരിശോധിക്കാം. ഇന്ദിരാഭവനിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി അമൽ തേനംപറമ്പിൽ ചേരുന്നുണ്ട് തത്സമയം. അമൽ, കാര്യങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? എല്ലാ MLA-മാരെയും കണ്ടു കഴിഞ്ഞോ? ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ ഇന്ദിരാഭവനിൽ തുടരുന്നുണ്ടോ? ആരൊക്കെ നേതാക്കളുടെ സാന്നിധ്യമുണ്ട്? അമൽ, അമലിലേക്ക് എത്താം. TS ഹരികൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ഹരി, എന്തായി കാര്യങ്ങൾ? ചർച്ചകളൊക്കെ തന്നെ പുരോഗമിക്കുകയാണോ? MLA-മാരെ എല്ലാവരെയും കണ്ടു കഴിഞ്ഞോ? നേതാക്കൾ ഇപ്പോഴും KPCC ആസ്ഥാനത്തുണ്ടോ? നേതാക്കൾ ഓരോരുത്തരായി മടങ്ങുകയാണ്. VD സതീശൻ അല്പസമയം മുമ്പ് ഇവിടെ നിന്ന് പുറത്തേക്ക് പോയി. രമേശ് ചെന്നിത്തല അല്പസമയം മുമ്പ് ഇവിടെ നിന്ന് പുറത്തേക്ക് പോയി. രണ്ടുപേരും മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. അതിനു മുമ്പ് പുറത്തേക്ക് ഇറങ്ങിയ MLA-മാരിൽ പലരും അകത്ത് എന്താണ് നടന്നത്, ആ പ്രോസസ്സ് എന്തായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കി. അതായത് ഈ 1-to-1 കൂടിക്കാഴ്ച, നിരീക്ഷകരുമായിട്ടുള്ള 1-to-1 കൂടിക്കാഴ്ച നടന്നു, അത് അവസാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു. അവരുടെ നിലപാട് പറഞ്ഞില്ല. പക്ഷേ ഉടൻ തന്നെ കോൺഗ്രസിൽ ഒരു മുഖ്യമന്ത്രി വരും. ഹൈക്കമാൻഡിന് പറയാനുള്ളത്, തൻ്റേതായ വ്യക്തിപരമായ അഭിപ്രായങ്ങളെല്ലാം തന്നെ ഹൈക്കമാൻഡിനോട് പറഞ്ഞിട്ടുണ്ട്. അത് പുറത്തു പറയാൻ പാടില്ല എന്നുള്ള തരത്തിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഓരോ MLA-മാരും ഇവിടെ നിന്ന് മടങ്ങുകയായിരുന്നു. അതിനുശേഷമാണ് അല്പസമയം മുമ്പ് അവസാനം പോയ രണ്ടുപേരാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും. VD സതീശൻ ഇവിടെ KPCC-യിൽ നിന്ന് ഇറങ്ങി ഈ ഭാഗത്തായിരുന്നു അദ്ദേഹത്തിന്റെ വാഹനം ഇട്ടിരുന്നത്. അവിടുത്തെ വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോകാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടില്ല. സോറി എന്ന് പറഞ്ഞിട്ട് പ്ലീസ് എന്ന് പറഞ്ഞ് അങ്ങ് മാറിപ്പോവുകയാണ് ഉണ്ടായത്. വണ്ടിയിൽ കയറി അദ്ദേഹം പോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് രമേശ് ചെന്നിത്തല പുറത്തേക്ക് വന്നത്. രമേശ് ചെന്നിത്തല പുറത്തേക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിനൊപ്പം ജ്യോതികുമാർ ചാമക്കാല ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല പോയ ഇനോവ വാഹനത്തിൽ ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അൻവർ സാദത്തും അദ്ദേഹത്തിനൊപ്പം വാഹനത്തിലാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. എല്ലാവരോടും പ്രതികരണം ചോദിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു, പക്ഷേ ആരും പ്രതികരിച്ചില്ല. ആദ്യം തന്നെ ആ വണ്ടി KPCC ആസ്ഥാനത്തിന് മുൻവശത്തെ ഡോറിന് സമീപത്തായിരുന്നു വാഹനം ഉണ്ടായിരുന്നത്. ബേക്കിലത്തെ ഡോറിൽ തുറന്ന് രമേശ് ചെന്നിത്തല വന്ന ഉടനെ തന്നെ അകത്തേക്ക് കയറി. പിന്നെ മാധ്യമങ്ങളെ കണ്ടതേയില്ല. ഇപ്പോഴത്തെ ഡോറിലൂടെ ജ്യോതികുമാർ ചാമക്കാലയും അൻവർ സാദത്തും അകത്തേക്ക് കയറി. ആ സമയത്ത് പ്രതികരണം ചോദിക്കാൻ ശ്രമിച്ചു. അവരാരും സംസാരിച്ചില്ല. 3 പേരും ആ വാഹനത്തിൽ പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. അതായത് നിരീക്ഷകരുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞു. നേതാക്കളെല്ലാവരും, കോൺഗ്രസിലെ MLA-മാരും നിയുക്ത MLA-മാരും നേതാക്കളും MP-മാരും ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിന്ന് പോവുകയാണ്. ഇനി നടക്കാൻ പോകുന്നത്, ഇവിടെ ഘടകകക്ഷികളെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഘടകകക്ഷികൾ ഇവിടെ എത്തുമ്പോൾ അവരുടെ അഭിപ്രായം തേടുക എന്നുള്ളതാണ് ഇനി നടക്കേണ്ട ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഹരികൃഷ്ണ വിവരങ്ങൾ നൽകുകയായിരുന്നു. വളരെ സങ്കീർണമായ ഒരു പ്രോസസ്സാണ്. ഈ ആശയ കുഴപ്പത്തിനും ഒക്കെ ഒരു നാൾ കൂടിയേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകും. അത് ഞായറാഴ്ചയോടുകൂടി ഒരു പ്രഖ്യാപനമായി ഡൽഹിയിൽ നിന്ന് കേൾക്കാൻ കഴിയുമെന്ന് നേതാക്കൾ നൽകുന്ന സൂചനയുണ്ട്. ഓരോരുത്തരെയും കേട്ടു, ഓരോരുത്തരും അഭിപ്രായം രൂപീകരിച്ചു. അങ്ങനെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവരുടെ ക്യാമ്പ് വലിയ പ്രതീക്ഷ ഇപ്പോഴും പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെ 3 നിരീക്ഷകർ, ജീവാദാസ് മുൻഷി, കേരളത്തിന്റെ ചുമതല ഉള്ള ACC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ അജയ് മാക്കൻ, മുഗൾ വാസ്നികി എന്നിവരാണ് ഇപ്പോൾ MLA-മാരുടെ അഭിപ്രായങ്ങൾ കേട്ടുകഴിഞ്ഞിരിക്കുന്നത്. ഇനി ഘടകകക്ഷി നേതാക്കളുടെ പിന്തുണ ആർക്കായിരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെയാണ് VD ക്യാമ്പിന് വലിയ പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നത്. ഭൂരിപക്ഷം ഘടകകക്ഷി നേതാക്കന്മാരുടെയും പിന്തുണ ഉറപ്പാക്കാൻ, പ്രത്യേകിച്ച് ലീഗിന്റെ പിന്തുണ ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്ന ഒരു വലിയ പ്രതീക്ഷ VD ക്യാമ്പ് പങ്കുവയ്ക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഇനി ആ പ്രോസസ്സിലേക്ക് കടക്കാൻ പോകുന്നു. നിരീക്ഷകർ ഇപ്പോൾ ഉച്ച കഴിഞ്ഞിരിക്കുന്നത് 2:10 സമയമായിരിക്കുന്നു. ഇതുവരെ MLA-മാരെ 63 MLA-മാരെ കണ്ടു. MLA-മാരുടെ ഓരോരുത്തരുടെയും അഭിപ്രായം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അവർക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാര്യം ബോധിപ്പിക്കാനുള്ള അവസരം, സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ കഴിഞ്ഞിരിക്കുന്നു ACC നിരീക്ഷകർക്ക് മുന്നിൽ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു.